ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമിഴ്നയിൽ കണ്ട ശ്രീ മഹാദേവന്റെ 5 മന്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. എന്തിനാണെന്ന് വെച്ചാൽ, അതായത് കടങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രമാണ് കേട്ടോ. ശ്രീ മഹാദേവന്റെ മന്ത്രമായതുകൊണ്ട് തന്നെ ശക്തിയേറിയ മന്ത്രം തന്നെയാണ്. മഹാശിവരാത്രി ദിവസത്തിലായിരിക്കണം ആദ്യമായിട്ട് ജപിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ശിവരാത്രിക്ക് മുൻപ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇനി മന്ത്രം പറഞ്ഞു തരാം. കുഞ്ഞു മന്ത്രങ്ങളാണ്, 5 മന്ത്രങ്ങളേ ഉള്ളൂ, എളുപ്പത്തിൽ ജപിക്കാം. പക്ഷേ 108 തവണയിൽ മന്ത്രം കുറയ്ക്കരുത് കേട്ടോ. ജപിക്കുന്നത് 108 തവണ കുറഞ്ഞ പക്ഷം ജപിക്കണം. അതിൽ കൂട്ടിക്കോളൂ, ഒരിക്കലും കുറയ്ക്കരുത്. 41 ദിവസം, അതായത് നിർത്താതെ ജപിക്കാൻ കഴിയുമെങ്കിൽ അത്യുത്തമമാണ്. രാവിലെയും വൈകുന്നേരം ഒക്കെ അത്രയും പ്രശ്നങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും അങ്ങനെ തുടർന്ന് ജപിച്ചോളൂ. അല്ലാത്തവരാണെങ്കിൽ എന്നും ഒരു നേരം വെച്ച് ജപിച്ചോളൂ കേട്ടോ. ഇനി മന്ത്രം പറഞ്ഞു തരാം. ഓം ശിവായ നമ, ഓം സ്ഥാനവേ നമ, ഓം ശംഭവേ നമ, ഓം പിനാകിനേ നമ, ഓം സ്വയംഭൂവേ നമ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഓം ശിവായ നമ, ഓം സ്ഥാനവേ നമ, ഓം ശംഭവേ നമ, ഓം പിനാകിനേ നമ, ഓം സ്വയംഭൂവേ നമ. ഇതാണ് 5 മന്ത്രങ്ങൾ. മഹാശിവരാത്രി ദിവസം രാവിലെ എണീറ്റ് കുളിച്ചോളൂ. മഹാദേവ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പ്രയാസമുള്ളവരാണെങ്കിൽ വീട്ടിലിരുന്ന് ശ്രീ മഹാദേവനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് മന്ത്രം ജപിച്ചോളൂ കേട്ടോ. തീർച്ചയായിട്ടും ശ്രീ മഹാദേവൻ ആ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ തീർച്ചയായിട്ടും തീർത്ത് തന്നോളും. ഒരു സംശയവും വേണ്ട. കാരണം ജപിക്കുന്നത് നമ്മൾ മഹാശിവരാത്രി ദിവസത്തിലാണ്. ശിവോഹൻ ചിന്നു ചാനലിൽ മഹാശിവരാത്രിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിന്റെ കൂടെ റിലേറ്റഡ് വീഡിയോ ആക്കിയിട്ടുണ്ട്. മഹാശിവരാത്രി ദിവസത്തിൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പെട്ടെന്ന് ജപിച്ചോളൂ ശിവരാത്രി ദിവസം മുതൽ ഈ മന്ത്രം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശിവോഹൻ ചിന്നു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇങ്ങനെ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ അറിയുമെങ്കിൽ അവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എല്ലാവർക്കും ശ്രീ മഹാദേവന്റെ കൃപാകടാക്ഷം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്